ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. നിങ്ങൾ കേസ് ചെയ്യണം മിസ്റ്റർ. അതാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. എടോ നിങ്ങൾ കേസ് ചെയ്യാറിയോ? നിങ്ങൾ കേസ് ചെയ്യാറിയോ? എന്റെ വീട് എവിടെയാണോ? നിങ്ങൾ കേസ് ചെയ്യാറിയോ? ഇവിടുന്ന് കിട്ടുമോ? നാട്ടുകാരുടെ തല്ലേ ശ്രമിക്കുന്നുണ്ട്. ഏതാണ് നിയമം? ഏതാണ് ആൾക്കാരോട് എത്തിയത്? നിയമം ഏതാണ്? എന്തോന്ന് ആൾക്കാരോട് എത്തിയത്? നിയമം ഏതാണ്? ഉറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. എന്റെ വീട് എവിടെ ആയിക്കോട്ടെ. നിങ്ങൾ അത് നിങ്ങൾ കേസ് ചെയ്യാൻ കേസ് ചെയ്യാൻ. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സ്വഭാവം പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യോ? നീ ധൈര്യമായിട്ട് പോളാം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ പറയാം. നീ എന്തിനാ എന്റെ വീട്ടിൽ പതുങ്ങി വന്നിരുന്നെന്ന് വെള്ളം അടിച്ചോണ്ട്? നീ എന്താ കേസ് ചെയ്യാൻ പറയണത്? ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? കാണിക്കുന്ന പോലെ പിന്നെ എന്നോട് ആരും പഠിപ്പിക്കുന്ന കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. നാട്ടുകാരുടെ എന്നെ കൊണ്ടുപോകുന്നുണ്ടോ? എന്നെ ലോക്കപ്പിൽ അടയ്ക്കൂ പ്ലീസ്. പറയുന്നു ഇവനകത്തിട്ട് അവൻ അണ്ടറിൽ തൂങ്ങും. ഊരിക്കളയാലോ? അതേ ഇട്ടിട്ടില്ല. വേണേ നോക്കി കേട്ടോ. ഈ രാത്രി പാതിരാത്രി അവർക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളവരാ. അവര് അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി ഉരുട്ടി വിഴുകുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ടി സുരക്ഷത്തിന് വേണ്ടി നമ്മൾ അടിക്കാൻ ആക്രമിക്കുന്നത് അവർക്ക്. നമ്മൾ ആ ശമ്പളം കൊടുക്കുന്നവർക്ക്. ഈ കാണിച്ച ചവിട്ടിത്തേക്കാ വേണ്ടത്. കേരള പോലീസ് വാചകത്തിലല്ല പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. മേടിച്ചോ. നിങ്ങൾ കേസ് ചെയ്യണം മിസ്റ്റർ. അതാണ് പറയുന്നത്. എടോ നിങ്ങൾ കേസ് ചെയ്യാറിയോ? നിങ്ങൾ കേസ് ചെയ്യാറിയോ? ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഓളേട്ടൻ മുഖം കറുത്തോലും പറഞ്ഞോ? മുഖം കറക്ക് ഒരു കറുപ്പും ഇല്ലാണ്ട് വയറ് നിറച്ചു തന്നു. ഇപ്പൊ സുഖം. ഇനി സുഖമായിട്ട് ഉറങ്ങാം. വണ്ടി വിട്ടോളൂ.